നെടുമങ്ങാട് അർബൻ സഹകരണ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് തേക്കട അനിൽകുമാറിനെതിരെ വിമർശനവുമായി മന്ത്രി GR അനിൽ. അഡ്വക്കേറ്റ് എന്നതും ജനപ്രതിനിധി എന്നും ബാങ്കിന്റെ ചെയർമാൻ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യത്വത്തിന്റെ ഒരു ചെറിയ കണികയുണ്ടാവണം. ആ കണിക ഉണ്ടായില്ല എന്നതാണ് വെമ്പായത്ത് ചെന്നപ്പോൾ കാണാനായതെന്ന് മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജപ്തി നടപടി നേരിട്ട കുടുംബത്തെ സംരക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. അവിടെ ചെന്നത് കണ്ടപ്പോൾ ദാരുണമായ ഒരു സംഭവമാണ്. മനുഷ്യത്വരഹിതമായി നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരാളും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് ഇന്നലെ അവിടെ കണ്ടത്. ജപ്തി നടപടിയെ ഞങ്ങളാരും എതിർക്കുന്നില്ല. ജപ്തി നടപടികളാകാം, പക്ഷേ കുടിയിറക്കിനാണ് ഞാൻ എതിർത്തത്. അത് ജീവനുള്ളിടത്തോളം കാലം ഏത് കുടുംബത്തെയാണോ, നിർധന കുടുംബത്തെയാണോ കുടിയിറക്കാൻ ആര് വന്നാലും അതിൻ്റെ മുന്നിൽ ചെറുക്കാൻ ഞങ്ങൾ കാണും. ആ ചെയർമാൻ ചെയ്തതെന്താ? MPയുടെ കത്ത് വാങ്ങിക്കൊണ്ടുവന്ന ആ കുടുംബത്തെ മുന്നിൽ ഇരുത്തിയിട്ട് പുറകിലൂടെ ആ വീട് ലോക്ക് ചെയ്യുന്ന, സീൽ ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചാൽ എന്ത് മനുഷ്യത്വമാണുള്ളത്? എന്ത് മനുഷ്യത്വമാണ്? മാനുഷികമത എന്താണുള്ളത്? അഡ്വക്കേറ്റ് എന്നും ജനപ്രതിനിധി എന്നും ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്നും പറഞ്ഞാൽ പോരാ, മനുഷ്യത്വത്തിൻ്റെ ഒരു ചെറിയ കണിക ഉണ്ടാകണം. അരുൺ സോളമൻ ചേരുന്നുണ്ട്. അരുൺ സോളമൻ, തേക്കട അനിൽകുമാറിന് മറുപടി നൽകുകയാണ് മന്ത്രി GR അനിൽ. താൻ ഇടപെട്ടത് മനുഷ്യത്വത്തിൻ്റെ ഒരു കണികയില്ലാതെ ബാങ്ക് അധികൃതർ പെരുമാറിയപ്പോഴാണ് എന്നല്ലേ പറയുന്നത് അരുൺ സോളമൻ? തീർച്ചയായിട്ടും അരുൺ, കഴിഞ്ഞ ദിവസം ഈ ബാങ്കിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് തേക്കട അനിൽകുമാർ മന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. കോടതി ഉത്തരവ് പ്രകാരമാണ് ജപ്തി നടപടി നടപ്പിലാക്കിയത്. അങ്ങനെ ഒരു സ്ഥലത്ത് അതിക്രമിച്ച് കയറുകയും ഗുണ്ടകളെ കൊണ്ട് വീട് തുറന്നു കൊടുത്തു എന്നുള്ള ഒരു പരാമർശവും വലിയൊരു ആരോപണമൊക്കെ ഈ ബാങ്കിന്റെ ചെയർമാൻ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത്. പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മനുഷ്യത്വത്തിന്റെ കണിക ഈ ചെയർമാനിൽ ഉണ്ടായിരുന്നില്ല. അത്തരത്തിലൊരു കാഴ്ചയാണ് ആ വീട്ടിലെത്തിയപ്പോൾ താൻ കണ്ടതെന്നുള്ളതാണ്. ഇത്തരത്തിൽ 27-ാം തീയതി വീട് ജപ്തി ചെയ്ത് ഒരു ദിവസം രാത്രി മുഴുവൻ നേരം വെളുപ്പിച്ച് പുലർച്ചെ കഴിയുമ്പോഴാണ് മന്ത്രി ആ വീട്ടിലെത്തുന്നത്. കന്യാകുളങ്ങരയിലാണ് ഈ പ്രഭകുമാരിയും കുടുംബവും താമസിക്കുന്നത്. 4 അംഗ കുടുംബത്തെ പൂർണ്ണമായിട്ടും നാടകീയമായ രംഗങ്ങൾക്കൊടുവിലാണ് ഇവരെ പുറത്താക്കിക്കൊണ്ട് ആ വീട് ജപ്തി ചെയ്യുന്നു. പക്ഷേ കോടതി ഉത്തരവുണ്ടെങ്കിലും കുടുംബത്തിന്റെ അനുമതിയോടുകൂടി വേണം ഈ ജപ്തി ചെയ്യാനായിട്ട്. ജപ്തി നടപടിയെ ഒരിക്കലും എതിർക്കുന്നില്ല. പക്ഷേ കുടിയിറക്കിയതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അങ്ങനെ ഇനിയും കുടിയിറക്കി കഴിഞ്ഞാൽ അതിനെതിരെ രംഗത്തെത്തും. ശക്തമായിട്ട് തന്നെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് മന്ത്രി ഈ അവസരത്തിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിക്കെതിരെ അദ്ദേഹം ഈ അഡ്വക്കേറ്റ് തേക്കട അനിൽകുമാർ പറഞ്ഞത്, വരുന്ന ദിവസങ്ങളിൽ ഈ ഭരണസമിതിയുമായി കൂടിയാലോചിച്ച് മന്ത്രി വീട് തുറന്നു കൊടുത്ത നടപടിയിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും തേക്കട അനിൽകുമാർ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ മന്ത്രിയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം സ്ഥലം MP അടൂർ പ്രകാശിന്റെ കത്തും വാങ്ങിയാണ് പ്രഭകുമാരിയും കുടുംബവും ഈ നെടുമങ്ങാട് അർബൻ സഹകരണ ബാങ്കിൽ എത്തിയത്. അവരെ മുന്നിലിരുത്തിക്കൊണ്ട് പുറകിലൂടെ ജപ്തി നടപടി നടത്തിയ ഒരു മനുഷ്യൻ എന്ത് മനുഷ്യത്തിന്റെ കണികയാണ് ഉള്ളതെന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. നിലവിൽ പ്രധാനമായിട്ടും ഇപ്പോൾ മന്ത്രി GR അനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു 1.5 ലക്ഷം രൂപയുടെ വായ്പയാണ് അവരെടുത്തത്. അത് നാട്ടുകാർക്ക് വീട്ടാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ മന്ത്രി ഇടപെട്ടത് ഒരു സ്ഥിതിക്ക് മന്ത്രി ആ കുടുംബത്തെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി നൽകിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ നെടുമങ്ങാട് അർബൻ സഹകരണ ബാങ്കിലേക്ക് LDFന്റെ നേതൃത്വത്തിൽ ഒരു വലിയൊരു പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ കുടുംബത്തെ സംരക്ഷിക്കുകയും നാട്ടുകാരുടെ പിന്തുണയോടുകൂടി തന്നെ അവരുടെ വായ്പ വീട്ടുമെന്നുള്ള ഒരു ഉറപ്പ് കൂടിയാണ് അരുൺ ഈ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. താങ്ക് യു അരുൺ സോളമൻ. ആ മന്ത്രിയുടെ ഇടപെടൽ ആ അർത്ഥത്തിൽ ആ കുടുംബത്തിന് ആശ്വാസകരമാണ് എന്നതിൽ തർക്കമില്ല.